ക്വാർട്ടർ ഗ്ലാസ് കിട്ടാത്തതിനെ തുടർന്ന് തകരം കൊണ്ടടച്ച KSRTC ബസ് സർവീസ് നടത്തിയതിന് പിന്നാലെ അന്വേഷണത്തിന് ഉത്തരവിട്ട് KSRTC. ചേർത്തലയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയ KSRTCയിലാണ് തകരം വെച്ചടച്ചത്. സർവീസ് മുടങ്ങാൻ പാടില്ലെന്ന നിർദ്ദേശമുള്ളതിനാൽ ഡ്രൈവർ വാഹനം എടുക്കുകയായിരുന്നു. മീഡിയ വൺ വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി. മീഡിയ വൺ ഇംപാക്ട്. RB സനൂപ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സനൂപ്, മീഡിയ വൺ ആണ് ഈ വാർത്ത പുറത്തുവിടുന്നത്. എന്തായാലും അതിൽ വലിയ രീതിയിലൊരു ഇമ്പാക്ട് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. KSRTC അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്, അതായത് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. സനൂപ്, ഈ വാഹനം ഇപ്പോഴും നിരത്തിൽ ഓടുന്നുണ്ടോ? അത് പിൻവലിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഭദ്ര, അപകടം ക്ഷണിച്ചു വരുത്തുന്നതായിരുന്നു ഈ ബസ്. കാരണം ഇന്ന് രാവിലെ ചേർത്തലയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോഴാണ് ഈ ഡ്രൈവർ ബസിന്റെ ക്വാർട്ടർ ഗ്ലാസിന്റെ അവിടെ ഗ്ലാസിന് പകരം ഈ തകര ഷീറ്റ് വെച്ച് മറച്ചത് ശ്രദ്ധയിൽപ്പെട്ടത്. പക്ഷെ ആ സമയത്ത് ഡ്രൈവർ ഇത് റിപ്പോർട്ട് ചെയ്തില്ല. കാരണം ഈ പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ അത് തിരിച്ച് തങ്ങൾക്ക് തന്നെ പണി കിട്ടുമെന്ന് കരുതിക്കൊണ്ട് അവർ ഇത് പറഞ്ഞില്ല. ഡിപ്പോ എഞ്ചിനീയറിൽ നിന്ന് വഴക്ക് കേൾക്കാതിരിക്കാൻ വേണ്ടി സർവീസ് നടത്തുകയായിരുന്നു. ഗ്യാരേജിൽ നിന്ന് നമുക്ക് കിട്ടിയ വിവരപ്രകാരം ഈ സ്പെയർ പാർട്സിന്റെ അഭാവം കൊണ്ടാണ് ഈ ബ്ലൈൻഡ് സ്പോട്ട് മിററിന്റെ അവിടെ, ക്വാർട്ടർ മിററിന്റെ അവിടെ മിറർ കിട്ടാത്തത് കൊണ്ട് തന്നെ അവിടെ ഈ തകരം വെച്ച് അടച്ചു എന്നായിരുന്നു അവിടെ നിന്ന് ലഭ്യമായിട്ടുള്ള വിവരം. പക്ഷേ ഈ ബസ് എപ്പോൾ വേണമെങ്കിലും അപകടം വിളിച്ചു വരുത്താം. കാരണം ഈ ക്വാർട്ടർ ഗ്ലാസ് ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും വളവും മറ്റുമൊക്കെ തിരിയുമ്പോൾ ഈ പറയുന്ന വലതുവശത്തെ ഭാഗം ഡ്രൈവർക്ക് കാണാൻ കഴിയില്ല. അതിനോടൊപ്പം തന്നെ ഈ പൊതുവെ ക്വാർട്ടർ ഗ്ലാസിന്റെ അപ്പുറത്താണ് റിയർ വ്യൂ മിറർ സ്ഥാപിച്ചിരുന്നത്. ആ റിയർ വ്യൂ മിറർ അവിടെ നിന്ന് ഇളക്കി മാറ്റി ഈ ക്വാർട്ടർ ഗ്ലാസിന്റെയും ഇപ്പുറത്തേക്കാണ് പിന്നെ ഈ തകരം വെച്ച് അടച്ച ശേഷം സ്ഥാപിച്ചത്. അപ്പൊ അതുകൂടി വെച്ചുകൊണ്ട് ഈ പുറകെ വരുന്ന വാഹനങ്ങളും ഡ്രൈവർക്ക് കാണാൻ കഴിയില്ലായിരുന്നു. ഈ വാർത്തയാണ് രാവിലെ മീഡിയ വൺ പുറത്തുവിട്ടത്. പിന്നാലെയാണ് ഇപ്പോൾ അതിലൊരു അന്വേഷണം നടത്താൻ KSRTC മാനേജ്മെന്റ് ഉത്തരവിട്ടിട്ടുള്ളത്. ഇതിന്റെ കുറ്റക്കാർ ആരെന്ന് വെച്ചാൽ അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടിയെടുക്കുമെന്നാണ് മാനേജ്മെന്റ് വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല ഈ സർവീസിന് പൊക്കോണ്ടിരുന്ന ഈ ബസ് ഇപ്പോൾ നിരത്തിൽ നിന്ന് പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭദ്ര.